ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഓണസദ്യയിലെ ഒരു സ്പെഷ്യൽ വിഭവമായ പൈനാപ്പിൾ പച്ചടിയാണ്. ഈ പൈനാപ്പിൾ പച്ചടി കഴിക്കാനായിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അല്പം മധുരം മുന്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ തന്നെ ഇത് ഇഷ്ടപ്പെടും. അതേപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 2 കപ്പ് അളവിൽ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ 3 പച്ചമുളക് നീളനെ കീറിയത്, 1 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് വേവാൻ പാകത്തിനുള്ള വെള്ളം കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. ഇതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ, 1/2 കപ്പ് യോഗട്ടിന് പകരം സാധാരണ തൈര് ചേർത്താലും മതി, 1/2 ടീസ്പൂൺ സാധാരണ ജീരകം, 1/2 ടീസ്പൂൺ കടുക് മസ്റ്റായിട്ട് ചേർക്കണം, അത് സ്കിപ്പ് ചെയ്യരുത്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ വേവിച്ചു തുടങ്ങിയിട്ട് അല്പസമയമായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ ആവശ്യത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അതേപോലെ ഇത് തിളയ്ക്കാൻ പാടില്ല, തിളച്ച് കഴിഞ്ഞാൽ പിരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് തള വരന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇറക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ അരപ്പൊക്കെ നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ല മധുരമുള്ള പൈനാപ്പിളാണ് നിങ്ങൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം മധുരമുള്ള പൈനാപ്പിളാണ്. അപ്പോൾ അല്പം കൂടി ഒന്ന് മധുരം മുന്തി നിൽക്കണം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പച്ചടിക്ക് അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഇവിടുന്ന് എടുത്ത് മാറ്റി സൈഡാക്കി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം. ഇതിനായിട്ട് വളരെ ചെറിയൊരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കൂടാതെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കടുക് പൊട്ടിച്ചത് നമ്മൾ പച്ചടിയിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെൽ തന്നെയാണ് വരണേ. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റിലുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് പാർത്താം. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ ഈ പച്ചടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. ഈ പൈനാപ്പിൾ പച്ചടി മുതിർന്നവരെ പോലെ തന്നെ കുട്ടികൾക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വരുന്ന ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജെ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.